അതേ ഞാൻ എന്നെയും കൊണ്ടൊരു സ്ഥലം വരെ പോവാം. നിങ്ങൾ ആരെങ്കിലും ഇല്ല ഉണ്ടെങ്കിൽ വായോട്ടാ പോവാം. എവിടേക്കാണ് പോണേന്നല്ലേ ദേ ഈ വരിയിൽ നിൽക്കാനായിട്ട്. ഈ വരി എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായി, കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി ഉണ്ടാവും കേട്ടോ. എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടീ നമ്മുടെ തിരുവമ്പാടിയിൽ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടേ അവിടെ അന്നദാനം ഉണ്ട്, ഒരു 10:30 മുതൽ 1:30 വരെയാണ് സമയം എന്ന് പറഞ്ഞു. 17-ാം തീയതി വരെയാണ് കേട്ടോ അതുള്ളത്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു അന്നദാനം ഉണ്ടോ, എന്നാൽ പോവാം. എവിടെ അന്നദാനം ഉണ്ടെന്ന് കേട്ടാലേ എനിക്ക് പോയി ഭക്ഷണം കഴിക്കാൻ നല്ല ഇഷ്ടമാട്ടോ, ഞാൻ പോവും. അതുകൊണ്ട് തന്നെ എന്നോട് വിളിച്ച് പറഞ്ഞ അവളെ പോലും വിളിക്കാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ഓടി പോകുന്നു. വരി എന്ന് പറഞ്ഞാൽ നല്ല വരിയുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. പക്ഷേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വരി, എവിടെയും പോസ്റ്റൊന്നുമില്ല, അങ്ങനെ നടക്കാം. കണ്ട റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ട്. ഈ അന്നദാനത്തിനോടനുബന്ധിച്ച് എല്ലാവരും വരുന്നുണ്ട്. അവിടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ അന്നദാനം നടക്കുന്നത്. അപ്പോൾ ദേ നമ്മൾ നടന്നെത്തി ഒരു 10 മിനിറ്റ് നമുക്ക് ചോറുണ്ണാൻ പറ്റും കേട്ടോ. എത്ര വരികയാണെങ്കിലും വേഗം വേഗം പോകണ്ട്. കുറേ സ്ഥലമുണ്ട് കേട്ടോ ഉള്ളിൽ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വരി ഇത്തിരി നേരം നിന്നാലും നല്ല ഫുഡൊക്കെ കഴിച്ച് നമുക്ക് നല്ല ഭക്ഷണം കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. എനിക്കിഷ്ടമാട്ടോ ഇങ്ങനെ അമ്പലങ്ങളിലെ ചോറൊക്കെ ഉണ്ണാനായിട്ട് പോയിട്ട്. ഞാൻ എവിടെ ഉണ്ടെങ്കിലും പോയി ഉണ്ണാറുണ്ട്. അതാണ് ഇത് കേട്ടപ്പോൾ തന്നെ ഓടി വന്നത് കേട്ടോ. ആരെയും കാത്തു നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോന്നു. അപ്പോൾ എനിക്ക് എന്നെ തന്നെ നോക്കിയാൽ മതിയില്ലേ, അതുകൊണ്ട്. പിന്നെ പ്ലേറ്റ് കിട്ടാറായിട്ട് അപ്പം ഞാൻ ഈശ്വര അടുത്ത് ഞാനാണല്ലോ മേടിക്കേണ്ടത്. ആ ചേട്ടനെ നോക്കാവോ, ഫോൺ നോക്കിയിട്ട് എന്തെങ്കിലും പറയാവോ, അങ്ങനത്തെ ടെൻഷനില്ല. ഭാഗ്യം ആ ചേട്ടനെ മൈൻഡ് ചെയ്തില്ല. ഇനി ഇതേ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ചോറ് അധികം ഒന്നും ഇട്ട് തരുന്നില്ല കേട്ടോ, നമ്മൾ വേസ്റ്റ് ആക്കാതിരിക്കാനാണ്. ചോറ്, സാമ്പാർ അടിപൊളിയായിരുന്നു, എന്ത് വേണം, നല്ല രസമായിരുന്നു കേട്ടോ. ദേ ഒരു അവിയൽ കറി, പിന്നെ ഒരു ക്യാബേജ് തോരൻ, മാങ്ങച്ചാറ്, ദേ പപ്പടം. കഴിഞ്ഞു എന്ന് വെച്ചിട്ട് അകത്തേക്ക് നടക്കാട്ടാ. അപ്പം ദേ അവിടെ ഒരാൾ ക്ലാസ്സിൽ പായസവും കൈ പിടിച്ച് നിൽക്കണ്. അതും ഇത്ര വിഭവങ്ങളല്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റായിരുന്നു. ഫുഡെല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചോറ് ഇട്ടുള്ളൂ എന്ന് വെച്ച് വിഷമിക്കേണ്ട. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ മേടിക്കാം. വീണ്ടും തരുമ്പോൾ ഈ കറികളല്ല, ആ വീണ്ടും തന്നെ കറിയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ചോറ് മതിയായെങ്കിൽ പോലും ഞാൻ വീണ്ടും മേടിച്ചു. വീണ്ടും തന്നെ കറിയാണ് ഈ മോര് കാച്ചിയതും രസവും. അത് മാത്രമേ രണ്ടാമത് തരുള്ളൂ. പക്ഷെ അതും സൂപ്പറാണ്. എന്തായാലും നമ്മൾ അന്നദാനത്തിന് വന്നു. എന്നാൽ പിന്നെ അമ്പലത്തിൽ പോയി തൊഴാന്ന് വിചാരിച്ചിട്ട് വന്നു. അമ്പലം അടച്ചിട്ടാണ്, നമ്മളെ നോക്കി നിൽക്കില്ലല്ലോ, നമ്മൾ ഫുഡിൽ കണ്ണു വെച്ചിട്ടല്ലേ വന്നത്. അമ്പലം അതുവരെ ഒന്നും നിന്നില്ല, അമ്പലം അടച്ചു പോയി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒന്നില്ലെങ്കിൽ നേരത്തെ വരിക, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ വരിക നല്ലത് കേട്ടോ. ഇങ്ങനെയൊക്കെ ചമ്മിപ്പോകുമ്പോൾ വേറെ ആരും കാണില്ലല്ലോ അല്ലേ, ഞാൻ തന്നെ ഇല്ലേ അറിഞ്ഞുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. ഇനി വേറെ എവിടെയെങ്കിലും അന്നദാനം ഉണ്ടെങ്കിൽ കാണാം.